സ്നേഹമുള്ളവരെ, ഇന്നത്തെ വായനകളിൽ നമ്മൾ പ്രധാനമായിട്ട് കേൾക്കുന്നത് ദൈവരാജ്യത്തെപ്പറ്റി ഉള്ള വിചിന്തനങ്ങളാണ്. വൃക്ഷവുമായിട്ട്, വിത്തുമായിട്ട്, കടുകുമണിയുമായിട്ടൊക്കെ ഉപമിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വായനകൾ കേൾക്കുന്നത്. ഭൂമിയെപ്പറ്റി, ഫലം തരുന്ന ചെടികളെപ്പറ്റി, വളർച്ചയെപ്പറ്റി, വിതയ്ക്കുന്നതിനെപ്പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദേവദാരു വൃക്ഷത്തിൽ നിന്ന് എടുത്ത ഒരു കമ്പ് മറ്റൊരു വൃക്ഷമാകുന്നത് പോലെ, അല്ലെങ്കിൽ ചെറിയ കടുകുമണി വളർന്ന് വലിയ വൃക്ഷമാകുന്നത് പോലെ, അതുമല്ലെങ്കിൽ വിതയ്ക്കപ്പെട്ട വിത്ത് അത് നിശബ്ദമായിട്ട് വളരുന്നത് പോലെ ഒക്കെയാണ് ദൈവരാജ്യം വളരുന്നത് എന്ന് ആണ് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുപരിയായിട്ട് ഈ വായനകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. ഈ വിതയ്ക്കപ്പെട്ട വിത്തുകൾ, മുളയ്ക്കുന്ന വിത്തുകൾ, അല്ലെങ്കിൽ ഈ വൃക്ഷങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നു. ജീവജാലങ്ങൾക്ക് വൃക്ഷം തണലും അഭയവുമാകുന്നത് പോലെ, അല്ലെങ്കിൽ വളരുന്ന വിത്ത് അത് അതിൻ്റെ ഫലം മറ്റുള്ളവർക്കായിട്ട് നൽകുന്നത് പോലെ, ഇങ്ങനെയുള്ള വളർച്ചകൾ മറ്റുള്ളവർക്ക് ഉപകാരമാവുകയാണ്. അതായത് ഈ വളർച്ചകൾ സ്വന്തം നേട്ടത്തിന് വേണ്ടിയുള്ള ഒന്നല്ല, അത് മറ്റുള്ളവനെ കേന്ദ്രീകരിച്ചാണ്, മറ്റുള്ളവൻ്റെ നന്മയെ കേന്ദ്രീകരിച്ചാണ് എന്ന് വചനം നമ്മോട് പറയുകയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവരാജ്യവും അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നത് അതിൻ്റെ നന്മയ്ക്കായിട്ടല്ല. ദൈവരാജ്യം എന്നുള്ളത് മനുഷ്യന് നന്മ ഉണ്ടാവുക, മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുക, മനുഷ്യനെ വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സത്യവും ഒക്കെ നടപ്പാക്കേണ്ട, അനുഭവിക്കേണ്ട ഒരവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ, മറ്റുള്ളവൻ്റെ നന്മയിലേക്ക് ഈ വലിയ വൃക്ഷം പോലെ തണൽ നൽകുന്ന, കുടചോടി നിൽക്കുന്ന, അഭയമാകുന്ന വൃക്ഷങ്ങൾ പോലെ ആകേണ്ടതാണ് ദൈവരാജ്യം എന്നുള്ള സങ്കല്പം. അത് ശക്തിപ്പെടുത്തുകയാണ് ഇന്നത്തെ വായനകൾ. ഈ വളർച്ച മനുഷ്യൻ അറിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ അറിയാതെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കഴിവിനും പ്രയത്നത്തിനും ഉപരിയായിട്ട് ദൈവമാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവമാണ് ഇതിൻ്റെ വളർച്ചയ്ക്കായിട്ട് നിലകൊള്ളുന്നത്. അതാണ് നമ്മൾ കേൾക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു കാര്യം. ദൈവം നമുക്ക് വേണ്ടി അവിടെ ഉണ്ട്. നിശബ്ദമായിട്ട് വളരുന്ന വിത്തിൻ്റെ ഉപമയിലൂടെ ക്രിസ്തു അതാണ് നമ്മോട് പറയുന്നത്. അതായത് നമ്മുടെ മാനുഷികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപരിയായിട്ട് ഒരു ദൈവികമായിട്ടുള്ള രഹസ്യം എല്ലാ വളർച്ചകളിലുമുണ്ട്, എല്ലാ വളർച്ചകളുടെ പിറകിലുമുണ്ട്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതെ, ദൈവം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പിറകിൽ നമുക്ക് തണലായിട്ട്, ശക്തിയായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. ഈ ഒരു ശക്തിയിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരങ്ങളുമൊക്കെ അപരന് തുണയാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ വളർത്തണം. അപ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യവും നന്മയും ശക്തിയുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇതൊക്കെ നമുക്കും സാധ്യമാണ്. കാരണം നമുക്ക് തുണയായിട്ട് ദൈവമുണ്ട്. അവൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും പിറകിൽ ശക്തിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് വളരാം, മറ്റുള്ളവരെ വളർത്താം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.